മ്യൂസിന്റെ പ്രതിനിധി ശ്രീ ഫസൽ ഗഫൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, ഇത് എവിടെയാണ് സർക്കാരിന് പിഴച്ചത്? ഇതൊരു കുഴഞ്ഞ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് മാസങ്ങൾക്ക് മുമ്പ് ഏകദേശം അതിനെപ്പറ്റി ഒരു രൂപം ഉണ്ടാവും. ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂവിന് ശേഷം ഒരു അഡൻഡമായി അല്ലെങ്കിൽ അത് അവസാന നിമിഷത്തിൽ പ്രോസ്പെക്ടസ് കൊണ്ടുവരികയും മുൻ കൊല്ലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ അതിലൊരു മത്സരബുദ്ധി ഉണ്ടല്ലോ വിദ്യാർത്ഥികളുടെ ഇടയിൽ. പ്രത്യേകിച്ച് മാർക്ക് ഇടുന്നത് CBSE കുട്ടികൾക്ക് ഒരു തരത്തിൽ മാർക്കും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് സിലബസിന് വേറെ തരത്തിൽ മാർക്കാണ് വരുന്നത്. അത് അങ്ങനെ തന്നെ വരുള്ളൂ. രണ്ട് വാല്യുവേഷനും രണ്ട് സിലബസുമായിട്ട് നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നോർമലൈസേഷൻ കൊണ്ടുവന്നെങ്കിലും ഇപ്പൊ അതിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അതിലിപ്പോ ചില കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാറുണ്ട് CBSEക്ക് അനുകൂലമായിട്ട് വരുന്നു, ചില കാലഘട്ടങ്ങളിൽ അത് മറ്റേ SSLCക്ക് അനുകൂലമായി മാറ്റുന്നു എന്നുള്ള. അപ്പൊ അതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഒരു പരിഹാരം അതിലുള്ളത്. ഇപ്പൊ ഇപ്പോഴത്തെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. പരിഹാരം എന്ന് പറഞ്ഞാൽ അതിന് +2 മാർക്ക് നമ്മൾ ഇല്ലാതാക്കേണ്ടി വരും. നീറ്റ് പരീക്ഷയിൽ +2 മാർക്ക് വരുന്നില്ല. അപ്പൊ എല്ലാവരെയും തുല്യമായിട്ടുള്ള ഒരു പരീക്ഷയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ പാവപ്പെട്ട കുട്ടികളൊക്കെ കൂടുതൽ പഠിക്കുന്നത് മലയാളം മീഡിയം അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് എങ്ങനെയാണ് മറ്റേ CBSEയിൽ പണം കൊടുത്ത് പഠിക്കുന്ന കുട്ടികളാണ്, അവര് മാർക്ക് കൂടുതൽ കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഈ നോർമലൈസേഷൻ വരേണ്ടി വന്നത്. അല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ലേ നേരത്തെ? അത് മാത്രമായിരുന്നപ്പോൾ പരിശീലനം കിട്ടിയ കുട്ടികൾക്ക് മാത്രം കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലേ? അത് മറിച്ച് സംഭവമുണ്ടായി. SSLCക്ക് പഠിക്കുന്ന കുട്ടികള്, ഞാനത് പറയാൻ കാരണം MES രണ്ടും ഉണ്ട് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് 25 സ്കൂള് CBSE 22 സ്കൂള് സ്റ്റേറ്റ് സിലബസും ഉണ്ട് എയ്ഡഡ്. അപ്പൊ അതിലെന്താ ഉണ്ടായിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നെ എല്ലാം അറിയാം. ഇത്തവണ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞല്ലോ പരീക്ഷ നടത്തണം എന്ന്. കുട്ടികളെ വെറുതെ പാസ്സാക്കുകയാണ്. 35 മാർക്ക് വേണം പാസിന് വേണമെങ്കിലും അല്ലെങ്കിൽ 30 വേണമെങ്കിൽ അതിൽ 8 മാർക്ക് മാത്രം മതി SSC പാസ്സാവാനായിട്ട്, 10ാം ക്ലാസ് പാസ്സാവാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്ത് വൻ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഗവൺമെന്റ് കാലഘട്ടത്തിലല്ല, മുൻപ് ചാക്കേരി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അതിനെ ചാക്കേരി പാസ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് 100 എല്ലാവരും പാസ്സാക്കുക. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെ 90% പാസ്സായി, പിന്നെ 98 പാസ്സായി, ഇപ്പൊ 99% പാസ്സായി. വിദ്യാഭ്യാസ മന്ത്രിമാരെ തമ്മിൽ തർക്കമാണ് അവർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നത്. അല്ല ഡോക്ടർ, അതുകൊണ്ട് മാത്രമല്ലല്ലോ ഈ +2വിന്റെ മാർക്ക് കൂടി ഇതിൽ ആഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് മാത്രം ആയിരുന്നില്ലല്ലോ. വലിയൊരു വിവാദം ഇവിടെ നടന്നിരുന്നുവല്ലോ. ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, അവിടെ പഠിക്കുവാനായിട്ട് വലിയ പണം വേണം, അത് സാധാരണക്കാരായ കുട്ടികൾക്ക് പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള പരാതി ഉയരുകയും പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് മുൻപെടുത്ത് നോക്കുമ്പോൾ അന്ന് ഈ പറയുന്ന പ്രവേശന പരീക്ഷയുടെ മാർക്ക് മാത്രമാണ് നോക്കുന്നത്, +2 മാർക്ക് നോക്കാറില്ല. അന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഈ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഈ കോച്ചിങ് സെന്ററുകളിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ സാധാരണക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വന്നതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം വന്നത്? +2വിന്റെ മാർക്ക് കൂടി പരാതി കൊടുത്താലും ഞാനാണ്. അതാണ് എനിക്കത് ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് നേരിട്ട് ചോദിച്ചത്. MA ബേബിയുടെ അടുത്ത് പോയിട്ട് ഈ +2 സ്റ്റേറ്റ് സിലബസ് കുട്ടികൾ അവർ ഉൾപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് കോച്ചിങ് സെന്ററിൽ പോകാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, അവരുടെ മെഡിറ്റ് അവർ ഓൾറെഡി കാണിച്ചിരുന്നു. പിന്നെ വെറുതെ രണ്ടാമത് കുറെ എൻട്രൻസ് എക്സാം കൊല്ലങ്ങൾ പോകുന്നു, അതിനൊക്കെ പണം ചെലവ് വരും. അതുകൊണ്ട് അവർക്ക് ഇത് തന്നെയുള്ള തമിഴ്നാട് എടുത്തിട്ടുള്ള സമീപനം. നമുക്കറിയാം തമിഴ്നാട് നീറ്റ് പരീക്ഷ എടുത്ത സമീപനം തന്നെയാണ്. അപ്പൊ ആ നിലക്ക് ഞങ്ങളൊക്കെ തന്നെ പറഞ്ഞത് ഈ ഇതിന്റെ +2വിന്റെ മാർക്ക് കൂട്ടണം, അല്ലെങ്കിൽ എന്തിനായിട്ട് ഒരു +2 എല്ലാവരും അങ്ങോട്ട് പാസ്സാക്കിയാൽ പോരെ? ഈ 98% പാസ്സാക്കണ നേരം കൊണ്ട്. അപ്പൊ ആ നിലക്ക് ഞങ്ങൾ തന്നെ എടുത്ത തീരുമാനം. പക്ഷെ ഇത്തരത്തിലുള്ള കുടുക്കുകൾ വരും. കാരണം വിദ്യാർത്ഥികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം വരെയാണ്. അപ്പൊ അവർ കേസ് കൊടുക്കും എന്നുള്ളൊരു വസ്തുത. പക്ഷേ ഇതൊരു സിമ്പിൾ ആയിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമായിരുന്നില്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? ഇത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ മതിയായിരുന്നു. ഈ അവസാന മണിക്കൂറിൽ കോടതി അതിൽ എടുത്തു പറയുന്നുണ്ട്, അവസാന മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഈ തീരുമാനം എടുക്കുകയാണ് റാങ്ക് ലിസ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പ്. ഇത് എവിടെയാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനെയൊക്കെ തീരുമാനം വരുന്നത്? അതൊരു വീഴ്ച തന്നെയാണ്. അതിനെപ്പറ്റി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. പക്ഷെ നമ്മൾ ഡിസ്കഷൻ വരുമ്പോൾ എങ്ങനെ പോയി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഒരു വീഴ്ചയാണ്. കാരണം പ്രോസ്പെക്ടസ് അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ പുറത്തിറക്കണമെന്നൊന്നുമില്ല. അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു കുട്ടി കോടതി പോയാൽ മതി. ഇതിങ്ങനെയാണ് കൊടുത്തിരുന്നത്, അത് പിന്നീട് സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ തന്നെ പല കേസുകൾ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് കോളേജുകളിൽ പഠിച്ചത്. അപ്പൊ നമുക്കറിയാം ഈ കേസുകൾ വരും. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു സീറ്റ്, വളരെ വിലയേറിയ ഒരു സീറ്റ്, അത് നഷ്ടപ്പെടുമ്പോൾ ഇവർ കോടതിയിൽ പോകും. അപ്പൊ അത്തരത്തിലാണ് ഇപ്പൊ കോടതിയിൽ പോയിട്ടുള്ളത്. ഈ പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ് ഇക്കാര്യത്തിൽ? അത് കേസിലായി പോകും വീണ്ടും മഞ്ജുഷേ. വീണ്ടും ഒരു പുതിയ മറ്റൊരു കേസ് കൊടുക്കും. ഇപ്പൊ തന്നെ ഒരു കേസ് ഓൾറെഡി നിൽക്കുന്നു ഡിവിഷൻ ബെഞ്ചിൽ തോറ്റ
പക്ഷേ ആ കുട്ടി സുപ്രീം കോടതി പോകും. വിദ്യാഭ്യാസ പ്രശ്നത്തിൽ സുപ്രീം കോടതി പോകാൻ പറ്റും. ഞാൻ സുപ്രീം കോടതി പോയിട്ടുള്ള ആളാ. എനിക്ക് പക്ഷെ അത് ഏത് ബേസിൽ പോകും? ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ എന്റെ പേര് മുകളിൽ ഉണ്ടായിരുന്നു, രണ്ടാമത് തയ്യാറാക്കിയപ്പോൾ താഴെയായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റുമോ? പ്രോസ്പെക്ടസ് അല്ലേ അവിടെ പ്രധാന ഘടകം? അത് പറ്റും. പ്രോസ്പെക്ടസിൽ മാറ്റം ഇടയിൽ കൂടെ ഇപ്പൊ കോടതി പറയണം നിങ്ങൾ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് ശരിയല്ല. മുൻ കൊല്ലത്തെ പ്രോസ്പെക്ടസ് ആണ് ആ കുട്ടികളൊക്കെ വിചാരിച്ചിരുന്നത്. അത് പ്രകാരമാണ് പോകേണ്ടിയിരുന്നത്. അതിൽ നിങ്ങൾ അത് പ്രകാരം പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കിയാൽ ഓക്കെ ആയല്ലോ. അല്ല, ഓക്കെ ആവൂലല്ലോ. കാരണം പഴയ റാങ്ക് പട്ടിക പ്രകാരമല്ലേ ഞാൻ വരേണ്ടത്. അപ്പോഴാണ് നിങ്ങൾ റാങ്ക് പട്ടിക മാറ്റി എന്റെ റാങ്ക് താഴത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ ഞാൻ കോടതി പോകും. എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഇത് കോടതിക്ക് മാത്രം ഇതിലൊരു തീരുമാനം എടുക്കാൻ പറ്റും. ആ കോടതിക്ക് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. മറ്റേ വേറെ വഴിയില്ല ഇതിന്. ശരി, ഈ വിഷയത്തിൽ തന്നെ നമുക്ക് ചർച്ച തുടരേണ്ടതുണ്ട്. എന്താണ് കുട്ടികളുടെ ഭാവി എന്നെ സംബന്ധിച്ചുള്ള വിദഗ്ധരുടെ അഭിപ്രായങ്ങളടക്കം കേൾക്കേണ്ടതുണ്ട്. സർക്കാരിന് മുന്നിലുള്ള സാധ്യതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു